ഇതിലേ ആള് ഭയങ്കരനാട്ടാ. പെരുമ്പാവൂരുണ്ടാവില്ല അത്ര നല്ല മൂതി. ഉറപ്പാണാ? ഉറപ്പാണ്. മുക്കേറിടാൻ പോണിട്ടാ മുക്കേറ്. ഹായ് സുഹൃത്തുക്കളെ, ഇന്നും നമ്മളൊരു വൈപ്പുള്ള ഒരു മൂരിനെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പെരുമ്പാവൂരാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ചേട്ടാ എന്റെ പേര്? എന്റെ പേര് ഷൺമുഖൻ. ആരുടെ മൂരി? എന്റെ മൂരി. ഇത് ഒരു ദിവസം 3 ലിറ്റർ പാല് കാലത്ത് കൊടുക്കും, വൈകുന്നേരം ഒരു 3 ലിറ്റർ കൊടുക്കും. അങ്ങനെ 6 ലിറ്റർ പാല് കൊടുത്ത് വളർത്തിയ മൂരിയാണ്. എത്ര വർഷമായി ഇപ്പൊ വളർത്താൻ തുടങ്ങിയിട്ട്? 4 വർഷം. 4 വർഷം. അപ്പൊ വെയിൽ കൊള്ളിക്കാറുണ്ടായിരുന്നു? വെയിൽ കൊള്ളിക്കാറില്ല. മഴ കൊള്ളിക്കാറില്ല? മഴ കൊള്ളിക്കാറില്ല. ഒന്നുമില്ലട്ടാ. അങ്ങനെ ഇതിനെ ഷെഡിൽ നിർത്തി അവരുടെ തൊഴുത്തിൽ നിർത്തി വളർത്തിയതാണ്. അപ്പൊ അതിനെ മൂക്കയറ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ മൂക്കയറ് ഇട്ടത് കാണാം. അതേപോലെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഇതിനെ പുറത്തിറക്കണത്, എത്ര ദൂരത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ കൊണ്ടുപോകാനൊക്കെ നമുക്കൊന്ന് കാണാട്ടാ. മൂക്കയറ് ഇടാൻ പോകണട്ടാ. സുഹൈലാണ് മൂക്കയറ്. ഇതിനു മുമ്പ് പലതിനും ഇട്ടേണ്ട സുഹൈലെ? സുഹൈൽ ഇതിനു മുമ്പ് ഏതെങ്കിലും അതെല്ലേ? പ്രശ്നമല്ല. റെഡാണ്. റെഡ് ഇടുമ്പോ വിഷയം ഉണ്ടാക്കുവോ? ആ, കഴുത്തിന് ആദ്യം കെട്ടി. ഒരു കൊല്ലം 2 കൊല്ലം മുമ്പ് ഇട്ടെന്താണോ ഇതിന്? ചെറിയ മുഖറുണ്ടല്ലേ, അതും സുഹൈലാണ് ഇട്ടെ. ആ, അത് ഇവിടുത്തെ ശരിക്കുമുള്ള ഒരു ബെല്ലാരിയാണ്. അറിയപ്പെടാണ്ട് പോയല്ലേ? സുഹൈല് ചിരിക്കണ്ടില്ല. പെണ്ണ് കെട്ടിയതാണോ? പെണ്ണും ആരും ഇതുവരെ കൊടുത്തിട്ടില്ല. കയറ് കെട്ടാനും പെണ്ണെട്ടാനും ജോലി റെഡിയാണ്. വിളിച്ചോളൂ. ഇത് വിജയകരമായി നമുക്ക് നോക്കാം. മുക്കേറ് ഇടാൻ പോണിട്ടാ. മുക്കേറ്. ഇവിടെ മുക്കേറിട്ടാ. തേപ്പാണ്ട് ചിറ്റാണ് കയറിന്റെ അറ്റത്ത്. ഇതെന്തിനാ? മുറിയാതിരിക്കാനാണ്ടാ മൂക്ക്? മൂക്ക് മുറിയാണ്ടിരിക്കാൻ. ആ, അപ്പൊ ഇനി കയറ്റാൻ പോണ്. ഇവിടെയുള്ള ഈ പരിസരത്തൊക്കെ ഉള്ള ഒരു ഇതുള്ള മൂക്കയറ് നമ്മുടെ സുഹൈലാണ് ഇടുന്നത്. അതെല്ലേ? അപ്പൊ സുഹൈല് ശരിക്കും ഒരു പശു ഫാമിന്ന് അല്ലേട്ടാ? സുഹൈല് ശരിക്കും ഒരു പശു ഫാം ഉള്ളടത്ത് നിന്ന് പെണ്ണ് കിട്ടുന്നതായിരിക്കും നല്ലത്. ടേപ്പ് ചിറ്റാണ്. നമ്മുടെ ഇതിനകത്ത് എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല. ഇടക്കിടക്ക് പാലക്കാട് പോലെ പശു മേടിക്കാൻ വേണ്ടി പോണ ചെറുക്കന്മാർക്ക് വട്ടാ. കൊമ്പ് നോക്കണം. തവണ ഇട്ട് മുക്കേറിട്ട് എടാ, ഈ പശുക്കിട കുഞ്ഞുങ്ങളെ നോക്കണം. ആ, അതായത് ഒരു വർഷം ഷൺമുഖേട്ടാ, 1 വർഷം മുമ്പല്ലേ നമ്മൾ ഇതിനെ പുറത്തേക്ക് ഇറക്കിയേക്കണേ? 1 വട്ടം ഇറക്കിയിട്ടുണ്ട്. രണ്ടാമത് ഇറക്കണേയാണ്. അതാ പുതിയ മൂക്കേറൊക്കെ ഇട്ടിട്ടാണ് ഇറക്കണത്. ഇന്ന് വലിക്കാനിട്ട് ഇവനൊന്ന് ഇറക്കാൻ വേണ്ടി. കൊടുംഭീകരനാണ് അവൻ. കൊടുംഭീകരൻ ഷൺമുഖേട്ടാ, ഇവൻ കൊടുംഭീകരനാണ്, ഒരു സംശയവും വേണ്ട. ആ, ആഹാ, ആ, ഓ, ഓ, ആ, കുറെ 1 വർഷം എത്തിയവൻ രണ്ടാമതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് പുറത്തിറങ്ങണേട്ടാ. ഇത്ര ഇറങ്ങിയിട്ടില്ല അല്ലേ? ഇവിടെ ഇപ്പോഴാണ് ഇറങ്ങണത്. ഇതിലേ ഇവൻ ആള് ഭയങ്കരനാട്ടാ. പിടിച്ചിർത്ത് ഇവിടെ നല്ല ആരോഗ്യമുള്ളവനാ. തൊഴുത്തിൽ നിന്ന് നോക്കണ്ട. ഇതിന് സാധാരണ രീതിയിൽ എന്താ തീറ്റ? ഇത് ഓക്കെ സോയ
ചോളത്തോട്. മറ്റു പശുക്കൾക്ക് കൊടുക്കാത്ത ഈ ഒരു ഐറ്റത്തിന് വേറെ സ്പെഷ്യൽ എന്തെങ്കിലും കൊടുക്കണ്ട? സ്പെഷ്യല് ഇതിന് കൊപ്ര കൊടുക്കുന്നു. കൊപ്ര കൊടുക്കണ്ട്, നമ്മളെ എണ്ണയൊക്കെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയൊക്കെ അതല്ല. ഇവരെങ്ങനെ കൊപ്ര ആരോഗ്യം? സുഹേല് പറ. സുഹേൽ ഒരുപാട് എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. ഇത് പിടിച്ച് ഞാൻ പിടിച്ചാൽ നിൽക്കൂല. സുഹേൽ ഒന്ന് പറഞ്ഞ് ഇതിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? സുഹേൽ അണക്കനുണ്ടോ? നല്ല ആരോഗ്യത് ഒരു 1.5 വർഷത്തോളം മുന്നേ പാല് കൊടുത്ത് വളർത്തിയ, നന്നായിട്ട് എന്റെ തള്ളാനെ വിട്ട് കുടിപ്പിച്ച് വളർത്തിയ. അതിന്റെ ഒരു ആരോഗ്യം മൂടിക്കുന്നത്, അതിന്റെ ആരോഗ്യം ഉണ്ടായിരുന്നു. തൊഴിൽ ഇറങ്ങാൻ നിൽക്കുന്നതിന്റെ ആ ഒരു പവർ ഉണ്ട്. 2 വീലർ തന്നെ ഉണ്ട്. പോയിക്കോട്ടോ, പോയിക്കോ. അതൊക്കെ പോട്ടേട്ടാ. പതിയെ അങ്ങോട്ട് പോയിക്കോട്ടെ. ചേട്ടൻ പോയിക്കോ. ഇവരൊക്കെ വീട്ടില് പശു ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓ മാറിക്കൂടാ പിടിക്കലാണ് സാർ, പിടിക്കടാ. ചേട്ടാ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പൊ കൊപ്രയെ കൊടുക്കൂന്ന് പറഞ്ഞു. ഒരു വർഷത്തിന്റെ മുകളിൽ പാല് കൊടുത്തു പറഞ്ഞു. സത്യമാണ്? 1 വർഷത്തിന് മുകളിൽ പാല് കൊടുത്തു. അതെല്ലേ? പിന്നെ 3 ലിറ്റർ പാല് കാലത്തും പിന്നെ എങ്ങനെ 1.5 വർഷം എന്റെ തള്ളാനെ വിട്ട് കുടിപ്പിച്ചു, കിടാവിനെ വിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കൊല്ലത്തോളം പുള്ളി ഇതിനെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് 2 ലിറ്റർ പാല് വെച്ച് ബക്കറ്റില് അളന്ന് 2 നേരം കൊടുത്ത് വളർത്തിയാണ്. കൊടുക്കാൻ വേണ്ടിട്ട് വളർത്തിയല്ല, പുള്ളിക്ക് വലുതാവും അറിയാൻ വേണ്ടി ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. വേറൊരു കേസും കൂടെ, ഇതിന്റെ സെമനൊക്കെ എടുത്ത് മറ്റുള്ള പശുക്കൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ല ഇത്രയും വലിപ്പമുള്ള ഇത് വരാൻ കാരണം ഇത് ചേട്ടൻ അങ്ങനെ ഒരു ഏതെങ്കിലും മുഖത്തിന്റെ പുറത്ത് വളർത്തിയതാ? അല്ല, ഇത് കുഞ്ഞ് ജനിച്ചു തമിഴ്നാട്ടിൽ നിന്ന് പശുവിന്റെ ബ്രീഡ് അവിടുന്ന്. ആ ബ്രീഡ് വരുമ്പോ, ആ പശു വരുമ്പോ ചേട്ടൻ അറിയാമായിരുന്നു ഇതിന് കുഞ്ഞുണ്ടാവും, ഇത്രയും വലിപ്പമുള്ള ആവും? അല്ല, വീട് നല്ലതാന്ന് കണ്ടറിയാം. ചേട്ടന് അറിയാൻ പറ്റും. അതെ. ആ ഒരു ഇതിലാണ് ചേട്ടൻ അത്ര ധൈര്യത്തോടെ ഇതിനെ വളർത്തിയത്. അപ്പൊ ഇത് മനസ്സിലായല്ലേ? ഇതിന്റെ വല്ല ഇനം പേര വല്ലതുണ്ടോ? ഇത് ഇനം ജേഴ്സി ക്രോസ് ആയിട്ട്. ഇത് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യണല്ലേ? ഇഞ്ചക്ഷനൊക്കെ എല്ലാം ചികിത്സയും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു കൊടുക്കണേ. അപ്പൊ യാതൊരുവിധ അസുഖങ്ങളോ ഇതൊന്നും ഉണ്ടാവില്ല. എന്നും കുളിപ്പിക്കുവോ? എന്നും കുളിപ്പിക്കും, രാവിലെയും വൈകിട്ടും. രാവിലെ കഴുകും കുളിപ്പിക്കും. ഇതിനു വേണ്ടി മാത്രം കുറച്ച് സ്ഥലമാണ് വിട്ടുകൊടുത്തേക്കാണല്ലേ? ഇവനൊക്കെ ശരിക്കും പറഞ്ഞാ സുഹൈല അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞേ പിടിച്ചോ, വിടരുത്. കാരണം സുഹൈലിനെയാണ് നമ്മൾ ഷൺമോഹൻ ചേട്ടൻ വരെ ധൈര്യത്തിൽ അനസിൻ സുഹൈലിനെ നിക്കണല്ലേ? ഒന്ന് വേർത്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. സുഹൈലൊക്കെ ഒന്ന് വേർത്തിട്ടുണ്ട്, അനസും വേർത്തിട്ടുണ്ട്. നല്ല അത്ര ആരോഗ്യമുള്ള മുതലാണ്. ഈ ഭായിയാണ് നോക്കിയാണ്. ഈ ഭായിയാണല്ലേ? കൊടുകൈ അടിപൊളിക്കറിയാം. അവന്റെ ആ നോട്ടം ഒട്ടും മോശം. ശരിക്കും സുഹൈലേ, നമ്മുടെ ഈ ബലി പെരുന്നാളിനൊക്കെ പറ്റിയൊരു മുതലല്ലേ? ഇവനങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ആ ഒരു പെരുന്നാളിന് ആ പള്ളിയിൽ ഇവൻ നിറഞ്ഞു നിൽക്കും. കൊടുക്കൂലേ? കൊടുക്കൂലേ? തീരുമാനമായില്ല, കൊടുക്കണം. നമ്മള് തീരുമാനമാക്കാണ്. അപ്പൊ നിങ്ങൾ വിളിക്കണം, നമുക്കവിടെ മെസ്സേജ് അയച്ചാൽ നമ്മൾ റെഡിയാക്കി തരൂലേ? കൊടുക്കണം. കുറെ ആളുകൾ നമ്മളെ വിളിച്ച് അന്വേഷിക്കും, മെസ്സേജ് ഒക്കെ വിടും. ചേട്ടാ അപ്പൊ പിടിക്കണ ഒന്ന് പിടിച്ചോ മനസ്സേ. ഇവനെ പിടിച്ചാ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മനസ്സേ. എന്താ കാരണം? മൂരി ഭയങ്കര മൂരിയാണ് കേട്ടോ. കാരണം ഞാൻ ഒന്ന് അടുത്ത് നിന്നോട്ടെ. ഒന്ന് പിടിച്ചോട്ടോ ഷൺമോഹൻ ചേട്ടാ, ഒന്ന് നോക്കിക്കോട്ടോ. ഞാൻ ഒന്ന് അടുത്ത് നിൽക്കാണ്. ഞാൻ അടുത്ത് ഒന്നാമത്തേൽ ഇതിന്റെ കൊമ്പെന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷുകാരുടെ ഈ പ്രോഗ്രാമില്ലേ, ആ രീതിയിലുള്ള കൊമ്പാണ് അല്ലേ? 2 സൈഡിലേക്കും. അതുകൊണ്ട് നമ്മുടെ കുത്തി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മേത്ത് കൊള്ളും. മറ്റേതൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന താമസം വരും. ഇത് കണ്ടില്ലേ? അടുത്തേക്ക് പോകാനുള്ള ഒരു പേടിയും കൊണ്ടാണ് കേട്ടോ. ഇതേ നമ്മുടെ ഹൈറ്റ് ഉണ്ട്. ഇതിന്റെ ഇപ്പുറം ഒന്ന് നോക്കാം. കാലിനടിക്കുവോ ഷൺമോഹൻ ചേട്ടാ? ഇല്ല. ഇതിന്റെ ബാക്ക് കണ്ടോട്ടാ, ബാക്ക് കണ്ടാ? അപ്പുറം ഒന്ന് നോക്കിയേ റിച്ചു. എന്റെ വലിപ്പം, എന്റെ വലിപ്പം എങ്ങനെയുണ്ട് റിച്ചു? കാണാൻ പറ്റണില്ല അല്ലെ? ബായിനെ കാണണ്ട. ഇവിടെ നിപ്പുണ്ട്, നേപ്പാളി ആയിട്ട് നിപ്പുണ്ട്. അടിപൊളി എടാ. ഇമാതിരി വലിപ്പത്തിലുള്ള ഒരു ഐറ്റാണ് ഈ നിൽക്കുന്നത്. ഇത് ചീകിയതും മിനുസപ്പെടുത്തിയത് ആരാ? അതൊന്നുമില്ല, മിനുസൊന്നും നിർത്തിയതല്ല. അത് അങ്ങനെ ഓൾറെഡി അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. എന്റെ പൊന്നോ, സംഭവം കിടുവാൻട്ടാ. വിളിച്ച പോരും അവൻ. ഇച്ചിരി മടിയൊക്കെ ഉണ്ട്, എങ്കിലും പേടിക്കണ്ട. സുഹൈലുള്ള കൊണ്ട് ഒരുവിധമുള്ള പോസിനെ മൂരിനെയൊക്കെ പിടിച്ചോളൂ. ഇത് ആള് കൊച്ചുതാണ്. സുഹൈൽ കൊള്ളാം അല്ലേ? സുഹൈൽ അടിപൊളിയാ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടാ. 4 വർഷമായെന്ന് പറഞ്ഞു. ഇത് എവിടെ ഉണ്ടായ കൊച്ചിനെ വാങ്ങിച്ചു വന്ന?
ഇത് ഇവിടെ ഉണ്ടായ കൊച്ചാ, നിങ്ങളുടെ തൊഴുത്തിൽ തന്നെ. തൊഴുത്തുണ്ടായ കൊച്ചാ. ആ ചേട്ടൻ മറ്റേ ഈ ഇതിന്റെയൊക്കെ പ്രസിഡന്റ് കൂടിയല്ലേ? മിൽമേലെ പ്രസിഡന്റാ. അപ്പൊ ഈ ഒരു ഏരിയയുടെ ക്ഷീരകർഷകനാണ്. ക്ഷീരകർഷകനാണ്. സംസ്ഥാന അവാർഡ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സംസ്ഥാന അവാർഡ് മേടിച്ചിട്ടില്ല. ഒരു അപേക്ഷയൊക്കെ വെക്കി, അപ്പൊ തീർച്ചയായിട്ടും കിട്ടും. കിട്ടൂല സുഖയില്ലേ? അതിനുള്ള പണി പുള്ളി എടുത്തിട്ടുണ്ട്. ഇതെന്റെ വീടാണ്. ഫാം നടത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഫാം നടത്താനെന്ന് തുടങ്ങിയിട്ട് 10 വർഷമായി. അപ്പൊ ആദ്യം തന്നെ ഒരു പശുവിനെ കൊണ്ടുവന്നു. ആദ്യം ഒരു പശുവിനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ. ഒരു പശുവിന്റെ ഒക്കെ വില ഏകദേശം എത്രയാവും? ഏകദേശം ഇപ്പോഴത്തെ വില 1.10 വരുന്നു വലിയ പശുക്കള്. അതല്ലേ? അപ്പൊ പാലൊക്കെ നന്നായിട്ട് കിട്ടുക? പാല് അന്നേരം 10-14 രൂപ പാലൊക്കെ കിട്ടും. ഒരു ദിവസം 14 ലിറ്റർ ഒരു പശുവിന്. ഒരു കാലത്ത് ഒരു നേരം രാവിലെ. അപ്പൊ വൈകിട്ട് വൈകിട്ട് ഒരു 10 ലിറ്റർ പാലുണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ? ഗവൺമെന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ അവാർഡുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണോ? വെച്ചിട്ടുണ്ട്. ചേട്ടനാണ് ഇതിന് മെയിൻ ആയിട്ട് മെയിനായിട്ട് നോക്കണ ഞാൻ ഭായിമാരാണ്. ശ്രദ്ധിക്കുന്ന ചേട്ടൻ ശ്രദ്ധിക്കും. ഈ ഭായിമാരാണ് ഇതിനെ കറക്കുന്നത്, കഴുകണത്, കുളിപ്പിക്കുന്നത്, തീറ്റ കൊടുക്കുന്നത് ഒക്കെ ഭായിമാരാണ്. ഇതിനെന്താ മെയിൻ ആയിട്ട് തീറ്റ കൊടുക്കണേ? മെയിനായിട്ട് ചോളത്തവിട്, പിന്നെ ഈ ഓക്കെ, അത് മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ പാല് കൂടുതൽ കിട്ടാൻ വേറെ എന്തെങ്കിലും തീറ്റ കൊടുക്കുക? അങ്ങനെ വേറെ ഒന്നും തീറ്റ കൊടുക്കാറില്ല. ചോളത്തവിടും ഓക്കെ കൊടുക്കുള്ളൂ, അത്രേ കൊടുക്കാറുള്ളൂ. അപ്പൊ ഈ നമ്മൾ ഈ പിന്നെ സോയ കൊടുക്കുന്നു. സോയ നമ്മൾ ഈ എന്താ ഈ മറ്റേ ഇതുണ്ടല്ലോ പൈനാപ്പിള് കാനി അരിഞ്ഞു കൊടുക്കും. അതിന്റെ തണ്ട് അരിഞ്ഞു കൊടുക്കും. അത് കൊടുക്കുന്ന ഗുണം പാല് കൂടുതൽ നന്നായിട്ട് പാല് കിട്ടും. അത് കൊടുക്കും. അതെ, പുല്ല് കൊടുക്കുന്നതിനും പാല് കൂടുതൽ. ഇത് രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് ഇറക്കണം? രാവിലെ 2 മണിക്ക് ഇരിക്കും. അത് രാവിലെ. അതായത് കുളിപ്പിച്ച് കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോഴത്തേക്കും കറവ് കൊടുക്കും. എല്ലാത്തിനും കുളിപ്പിച്ച് കഴിഞ്ഞ് കറവ് കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞ് വൈകിട്ട് എത്ര മണിക്ക് കറക്കണം? വൈകിട്ട് 2 മണിക്ക് കറവ് കൊടുക്കും. 2 മണിക്കല്ല, ഒരു 1 മണിക്ക് തുടങ്ങും. ഒരു 2 മണിക്ക് കറവ തുടങ്ങും. പാല് വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുവരാണോ അതോ വണ്ടി ഇങ്ങോട്ട് വരും? അവിടുന്ന് സൊസൈറ്റിയിലേക്ക്. ഇതിന് വല്ല സബ്സിഡി ഒക്കെ വല്ലതും കിട്ടാറുണ്ട്? സബ്സിഡി ഉണ്ട്, ഗവൺമെന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു പശുവിനെ വാങ്ങിച്ചു വളർത്തലാണോ ഇതുപോലെ കൂട്ടമായ ഒരു പശുവിനെ വളർത്താനോ ലാഭം? ഒരു പശുവിനെ 3 പശുവിനെയൊക്കെ ഒരു കുടുംബക്കാർ വളർത്തുകയാണെങ്കിൽ അതാണ് മെച്ചം. ഇത് ഫാമായിട്ട് നടത്തുമ്പോ ചിലപ്പോ നഷ്ടം വരും, ചിലപ്പോ ലാഭം വരും. ഈ ഭായിയുടെ പേരെന്താ? വായിക്കാനോ? യുവരാജ്. മലയാളം അറിയാവോ? കുറച്ച് അറിയും. ശരിക്കറിയും. ഏതാ എന്റെ നാട്? നേപ്പാള്. അതുകൊണ്ട് തന്നെ ആ ഭംഗി ഇവിടെ ഉണ്ട്. സാധാരണ ആ ഒരു ഭംഗി ഉണ്ടല്ലേ? നേപ്പാളുകാരൊക്കെ പൊതുവെ സുന്ദരന്മാരാണ്. മനസ്സിലാവണ്ടേ പറയണേ? അതെന്താ കാരണം? പാല് കറക്കാറുണ്ടോ? അവിടെ വെച്ച് പഠിച്ചതാ? ഇവിടെ വന്നേ പിന്നെ പഠിച്ച് അതേ പാൽമണ്ടി വന്നിട്ട് അതേ പാൽമണ്ടി തന്നെയാണല്ലോ ഇപ്പൊ ഇതെടുക്കാൻ പോന്നിട്ടെ. പാത്രം കൊണ്ടുപോയ വണ്ടിയുടെ പാൽമണ്ടി ഇരിക്കുന്ന പാത്രം നിറച്ച് ഇവിടുന്ന് പാല് കൊണ്ടുപോവാ. നീ സ്ഥിരമായിട്ട് പാൽ ചായയാണോ കുടിക്കല്? മിൽക്ക് കുടിച്ച് ചായ കുടിച്ച്. അതാണ് നിന്റെ ബോഡിയുടെ രഹസ്യം അല്ലേ? വീട്ടില് ഇവിടെ അയലക്കത്തുള്ള ആളുകളൊക്കെ പാലെടുക്കാൻ പറ്റാറുണ്ട്. ഇവിടെ നാട്ടിൽ കുറെ പേര് പാല് മേടിക്കാൻ പറ്റാറുണ്ട്. അതെ.